ഓറോ ഹെൽത്തിന് പിന്നാലെ കൊച്ചിയിലെ ടാർ റോപ്പ് കമ്പനിയിലും കൂട്ടപ്പിരിച്ചുവിടൽ. ശമ്പളവും ആനുകൂല്യങ്ങളും കുടിശ്ശികയാക്കിയാണ് 300ഓളം ജീവനക്കാരെ കമ്പനി വഴിയാധാരമാക്കിയത്. പിരിച്ചുവിടലിനെതിരെ പരസ്യ പ്രതിഷേധത്തിലാണ് ജീവനക്കാർ. കൊച്ചി തൃക്കാക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽറോപ്പിന് കീഴിലുള്ള 19 ഉപകമ്പനികളിലായാണ് 300-ലധികം ജീവനക്കാർ ജോലി ചെയ്തിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ജീവനക്കാരെ കമ്പനി ഘട്ടം ഘട്ടമായി പിരിച്ചുവിട്ടത്. ഇതുവരെയുള്ള ശമ്പളമോ ആനുകൂല്യങ്ങളോ നൽകിയിട്ടുമില്ല. പെട്ടെന്നുള്ള ടെർമിനേഷൻ ആയിരുന്നു. ആൾക്കും സാലറി ഇത് കിട്ടിയിട്ടില്ല. എനിക്കൊരു 2 ലക്ഷം അടുപ്പിച്ച് സാലറി മാത്രം കിട്ടാനുണ്ട്. പിന്നെ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല. 6 മുതൽ 11 മാസം വരെ ശമ്പളം മുടങ്ങിയവർ ജീവനക്കാരിലുണ്ട്. AI സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തുന്നതിനാൽ കമ്പനിക്ക് ജീവനക്കാരെ ആവശ്യമില്ലെന്നാണ് വിശദീകരണം. AIയുടെ വരവോട് കൂടിയിട്ടാണ് മാറുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ കമ്പനി ക്ലോസ് ചെയ്യുകയാണ്. ഇങ്ങനെ കമ്പനി ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ കമ്പനി തുടങ്ങുകയാണെന്ന് പറയുന്നു. പുതിയ വേറെ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു ട്രാക്ക് നശിപ്പിച്ചളയാനാണ്. കമ്പനി നടപടിക്കെതിരെ ജീവനക്കാർ തൊഴിൽ വകുപ്പിന് പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചത്. ജനം, കൊച്ചി.